ആറള ഫാമിലെ കൃഷിയിടത്തിൽ നിന്നും കാട്ടാനകളെ തുരത്താനുള്ള നടപടി 10 ദിവസത്തിനു ശേഷം പുനരാരംഭിക്കാൻ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഫാമിൽ നിന്നും തുരത്തുന്ന ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ആറളം വന്യജീവി സങ്കേതം അതിർത്തിയിൽ താൽക്കാലിക വൈദ്യുതി വേലി ഒരുക്കാനും നിർദ്ദേശം. ആറള ഫാമിലെ കശുവണ്ടി വിളവെടുപ്പിനും കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായി വൈദ്യുതി തൂക്കുവേലി സ്ഥാപിച്ചിരുന്നു. ഇതോടെ ഫാമിലെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന 70ഓളം ആനകളെ തുരത്താൻ ആരംഭിച്ച നടപടികൾ കഴിഞ്ഞ ദിവസം പുനരധിവാസ മേഖലയിലുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ചേർന്ന് നടത്തിയ ചർച്ചയിൽ സംയുക്ത യോഗം വിളിക്കാൻ തീരുമാനിച്ചു. ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് ബന്ധപ്പെട്ട വകുപ്പുമായി ചേർന്ന് മാർഗരേഖ ഉണ്ടാക്കുന്നതിന് ആറളം ഫാം ഓഫീസിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വനംവകുപ്പ്, ആറളം ഫാം, TRDM, പോലീസ്, രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്ത യോഗത്തിലാണ് പുതിയ തീരുമാനമെടുത്തത്. ആനകളെ ഫാമിൽ നിന്നും മാറ്റേണ്ടത് അടിയന്തര സാഹചര്യമാണെന്നും 10 ദിവസത്തിനുള്ളിൽ വളയംചാൽ മുതൽ പൊട്ടിച്ചപ്പാറ വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള 7 കിലോമീറ്റർ ദൂരം താൽക്കാലിക വൈദ്യുതി വേലി ഒരുക്കുന്നതിനുമാണ് 10 ദിവസം സാവകാശം വനംവകുപ്പിന് നൽകിയത്. 30 ദിവസം സാവകാശം വേണമെന്ന വനംവകുപ്പിന്റെ ആവശ്യം യോഗം തള്ളിക്കളയുകയായിരുന്നു. തുടർന്നാണ് സബ് കളക്ടർ സന്ദീപ് കുമാർ പൊതുവികാരം കൂടി മാനിച്ച് 10 ദിവസത്തിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചത്. നമസ്കാരം, ഞാൻ തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാറാണ്. എനിക്ക് ഇവിടെ ആറളം ഫാമിക്ക് MD ചാർജാണ്. സോ എല്ലാവർക്കും അറിയാം, ഈ മേഖലയിൽ ആനയ്ക്ക് പ്രശ്നം കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആനമതിൽ നിർമ്മിക്കുന്നുണ്ട്. അതും ബഹുമാനപ്പെട്ട മന്ത്രി, രാഷ്ട്രീയ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. സോ അവിടെയുള്ള തീരുമാനമുണ്ടായിരുന്നു 3 മാസത്തിലേക്ക് നമുക്ക് മാക്സിമം നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപേ നമുക്ക് 3 മാസം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഈ വർഷം ഫാമിൽ നമുക്ക് കശുവണ്ടിക്ക് കളക്ഷൻ തുടങ്ങിയത്. സോ അതിൽ നമുക്ക് കുറച്ച് ആൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, അവർക്ക് ഭീഷണിയുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ TRDM ഡിപ്പാർട്ട്മെൻറ്റ് ആൾ കൂടെ നമുക്ക് ഒരു നല്ല രീതിയിൽ പ്ലാൻ ചെയ്യും. സോ അത് നമുക്ക് അതുകൊണ്ട് ഒരു മീറ്റിംഗ് ഇന്ന് വിളിച്ചത്. സോ അത് നല്ല ഡിസ്കഷൻ ഉണ്ടായി. കുറേ ഡിസ്കഷൻ ശേഷം നമുക്ക് തീരുമാനമാണ്. ഒന്നാം നമുക്ക് 2 ആഴ്ച സമയം നമ്മൾ ഫോറസ്റ്റ് വകുപ്പ് കൊടുത്താൽ അവർ ആ സമയത്ത് ഈ ഫെൻസിങ് കാര്യം, ഇത് ടെമ്പററി ഫെൻസിങ് കാര്യം പൂർത്തിയാക്കും. അതിനുശേഷം നമുക്ക് ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ 3-4 മാർച്ച് ഇവിടെ നിന്നും ഡ്രൈവ് നടക്കും. ഫാമുള്ള ആണ് നമുക്ക് പൂർപ്പെട്ടും അവിടെ കാർഡിലേക്ക് പോകും. അതിനുശേഷം ഇത് ഫെൻസ് നമുക്ക് ചാർജ് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നം തീരും. ഇത് നമ്മുടെ ഇന്ന് തീരുമാനമുണ്ടായിരുന്നു. ആറളം ഫാം MD ആയ സബ് കളക്ടറുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ വനപാലകർ വനാതിർത്തിയിൽ ഫെൻസിംഗ് ജോലികൾ പൂർണ്ണമായും നിർമ്മിക്കുക. അതിനുശേഷം മാർച്ച് 3-4 തീയതികളിൽ ആറളം ഫാമിൽ നിന്നുള്ള കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ, മുൻകരുതലുകൾ വളരെ ശക്തമായി എടുത്തുകൊണ്ട് മാത്രം നടത്തുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ആറളം ഫാം ഇപ്പോൾ കശുവണ്ടിയുടെ സീസണാണ്. കശുവണ്ടിയുടെ സീസണിൽ ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ സുരക്ഷിതത്വം ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിനൊരു ശക്തമായിട്ടുള്ള ഒരു ആനയെ തുരത്താനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഫാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാം മാനേജിംഗ് ഡയറക്ടർ കൂടിയായ സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വന്യമൃഗങ്ങളെ ഫാമിലെ കൃഷിയിടങ്ങളിൽ നിന്നും തുരത്താത്തതിൽ ജനപ്രതിനിധികളും ജനങ്ങളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 3-4 തീയതികളിൽ ആന തുരത്തൽ പുനരാരംഭിക്കും. ഇതിനു മുന്നോടിയായി മാർച്ച് 1 അനൗൺസ്മെന്റ് നടത്തും. കാര്യങ്ങൾ തീരുമാനിച്ചതുപോലെ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യോഗത്തിൽ പങ്കെടുത്ത ജനകീയ പ്രതിനിധികളും ഫാം, വനം, TRDM, പോലീസ് പ്രതിനിധികളും ഉൾപ്പെടുന്ന കമ്മിറ്റിയും രൂപീകരിച്ചു. യോഗത്തിൽ സബ് കളക്ടർ സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V ശോഭ, പഞ്ചായത്ത് അംഗം മിനി ദിനേശൻ, ആറളം ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ PK നിതീഷ് കുമാർ, ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO അജിത് K രാമൻ, ആറളം വൈൽഡ് ലൈഫ് വാർഡൻ G പ്രദീപ്, കൊട്ടിയൂർ റേഞ്ചർ സുധീർ നെരോത്ത്, അസിസ്റ്റന്റ് ലൈഫ് വാർഡൻ P പ്രസാദ്, TRDM സൈറ്റ് മാനേജർ C ഷൈജു, വിവിധ രാഷ്ട്രീയ പാർട്ടി ട്രേഡ് യൂണിയൻ നേതാക്കളായ KK ജനാർദ്ദനൻ, KT ജോസ്, ആന്റണി ജേക്കബ്, സുരേഷ് K മോഹനൻ, അജയൻ പായം, PK കരുണാകരൻ, കോട്ടി കൃഷ്ണൻ, PK രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വർത്തമാനം പറഞ്ഞേക്കാം, ഞാനും ആറളം ഫാമിലെ ട്രേഡ് യൂണിയൻ തന്നെയാണ്. ഇത് ഇവിടെ നിന്ന് ആനയെ ഓടിക്കണം, അതിനൊരു തർക്കവും ഇല്ല. പക്ഷെ അപ്പുറത്തേക്ക് അവിടത്തേക്ക് ഞങ്ങൾ തള്ളിവിടുള്ളൂ എന്ന് പറഞ്ഞാൽ അതും നടക്കാൻ പോകുന്നില്ല. അവിടെ നിന്ന് ആനയെ ഓടിച്ച് അപ്പുറത്തേക്ക് വിട്ടണം.
പിന്നെ അല്ലാണ്ട് ഇതിനൊരു നാഥനില്ലാണ്ട് ഞങ്ങൾ സെക്യൂരിറ്റിക്കാർ കുറെ പേര് ഞങ്ങൾ അങ്ങോട്ട് ഓടിക്കും. ആന പോകുന്നത് രാമേന്ദ്രന്റെ വീട്ടിലേക്കല്ലേ? രാമേന്ദ്രൻ പറയുന്നത് ആന പോയ ഒഴുക്കി വന്നിട്ടുള്ള കാര്യം മോനൊന്നും ഞാൻ പറഞ്ഞ പ്രശ്നമുള്ള ഏരിയയിൽ രണ്ടാള് 6 മാസമായിട്ട് ശമ്പളമില്ല. ഓരോ മാസത്തെ ശമ്പളം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നു. ഈ തൊഴിലാളി കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആ രീതി ആ സമയത്ത് ആനയെ ഓടിക്കുന്നതിന്റെ നടക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആറളം ഫാമിൽ നിന്ന് ആനയെ ഓടിക്കുക, ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിൽ ഫോറസ്റ്റുകാർ കാവൽ നിന്ന് ഈ ഫെൻസിങ് വരുന്നോളം വരെ. അല്ലാതെ ഇവിടെ മാത്രമായിട്ട് അവിടെ ഇവിടെ മാറി നിന്നിട്ട് തിരുപ്പൂരാണ്. അതുകൊണ്ട് ആനയെ ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആനയെ നിർബന്ധമായിട്ട് ഓടിക്കണം. നിങ്ങൾ ഫെൻസിംഗ് നോക്കാനൊന്നും കാര്യമില്ല. അതോ ആനയെ ഓടിച്ചിരിക്കണം. നിങ്ങൾ പുനരധിവാസ മേഖല ആനയെ ഓടിക്കും. ആറളം പോലെ ആന എടുക്കട്ടെ. നമ്മളത് സംബന്ധിച്ചു. ഞങ്ങൾ പുനരധിവാസക്കാരാണ്. നിങ്ങൾ അവിടുത്തെ ആനയെ ഓടിക്കും. എന്തെങ്കിലും പറ്റാത്തത് ആനയെ ഓടിച്ചു വിടുന്നിട്ട് നമുക്ക് ആന ഓടിക്കാം. കുറച്ച് ആനയിലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മറുപടി പറ. നമുക്കൊരു സ്ഥലത്ത് നിന്ന് ആനയെ ഓടിക്കാൻ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സർക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്നലെ വന്നത്. അത് കൃത്യമായിട്ടും എല്ലാ മേഖലയിലെ ആൾക്കാരെ കൃത്യമായിട്ട് സമന്വയിപ്പിച്ചിട്ട് മാത്രമേ ആനയെ ഓടിക്കാവുന്ന ഞാൻ കൃത്യമായ ഡയറക്ഷൻ ഇവിടുത്തെ ഫാം അതോറിറ്റിക്ക് കൊടുത്തതാണ്. എല്ലാവരുമായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവുന്നു കൃത്യമായിട്ട് പറഞ്ഞു. എടുപിടി പാടുന്നില്ല. പലപ്പോഴായി ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഓക്കെയാണ്, തൊഴിലാളികൾ ഓക്കെയാണെന്ന് കൃത്യമായിട്ട് എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് എൻ്റെ പറമ്പിൽ ആന വന്നു കഴിഞ്ഞാൽ ഇതിനെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തിപ്പെടും, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലുള്ള സമീപനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നലെ എടുത്ത്. ഇന്നലെ രാവിലെ 7 മണിക്ക് ഇന്നലെ തന്നെ തുടങ്ങണം. ഞാൻ അവധി പ്രഖ്യാപിച്ചു പോയി. എല്ലാവരെയും പിന്നെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ തൊഴിലാളികളും പിന്നെ ഫാമിലെ എല്ലാ ആൾക്കാരും ടിയാറ്റും പിന്നെ എല്ലാവരെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇന്നലെ വന്നത്. പക്ഷേ സാറ് പറഞ്ഞത് അതിന് ശേഷം ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോയി. ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തില്ല. പിന്നെ ഓടിക്കൽ ഒരു സമന്വയത്തിലെത്തിയിട്ട് മാത്രമേ ഓടിക്കാവൂന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഓടിച്ചു എന്നുള്ള കാര്യമാണ് സാറുകൂടെ പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി കേൾക്കണ്ട. പിന്നെ ആറളം ഫാമെന്ന് നേരത്തെ ഞാൻ വന്നതിന് ശേഷം ആനയെ തീർച്ചയായിട്ടും ഓടിക്കാറുണ്ടായിരുന്നു. എല്ലാ ഇൻ്റർവെല്ലിലും ആന ഓടിക്കാറുണ്ടായിരുന്നു. ആന തിരിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഓടിച്ചത് തിരിച്ച് അതേ സ്പീഡിൽ ഇങ്ങോട്ട് നമ്മളെ TRDMയിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സമയത്ത് പലപ്പോഴും ഫാമിൽ നിന്ന് ആനയെ ഓടിച്ചിട്ടാണ് ഇവിടെ എത്തുന്നതിൽ പിന്നെ പുനരധിവാസ മേഖലയിലെ ആൾക്കാർ വളരെ എജിറ്റേറ്റഡായി ഞങ്ങളോട് പറയുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ നിന്നുള്ള ഇപ്പം ഈ ഇൻ്റർവെല്ലിൽ ഫാമിൽ നിന്ന് ആനയെ ഓടിക്കാൻ നിർത്തിയത്. അപ്പം പല സമയത്തും ഫാമിൽ ആനകൾ ഇവിടെ കൊണ്ടുപോയി വീട്ടിട്ടാണ് നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റാതെന്നുള്ള രാത്രിയും പകലും RRTയോടും ഞങ്ങളെ സ്റ്റാഫിനോടും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് സാർ നമ്മളത് ഈ ഫാമിലത് ഇപ്പം തുടങ്ങി. കഴിഞ്ഞ കൊല്ലമൊക്കെ തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം പറയുന്നത്. ആറളം ഫാമിനകത്തുനിന്നും പുനരധിവാസ മേഖലക്കകത്തുനിന്നും ആനയെ ഓടിച്ചേ പറ്റൂ. അതിൽ കൃത്യമായ നിലപാട് പറയേണ്ടത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് 1 മാസത്തെ കാലതാമസം വന്നാൽ ഫാം അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് വരും. പറഞ്ഞല്ലോ, ഇതിൻ്റെ സബ് കളക്ടർ എല്ലാവരും പറഞ്ഞല്ലോ, ഫാമിൻ്റെ സാഹചര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഫോറസ്റ്റ് അടിയന്തരമായിട്ട് ആവശ്യമായ ഫോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനയെ പുനരധിവാസ മേഖലക്കകത്തുനിന്ന് കാട്ടിൽ കയറ്റി അവിടെ കാവൽ നിൽക്കുക. ഈ പറയുന്ന 5-6 മാസം ഉണ്ടാവും മതിൽ പണിയുന്നതിന് വേണ്ടി. പിന്നെ ഒരു നിർദ്ദേശം പറഞ്ഞു, ഒരു ഭാഗത്ത് മതിലായിരിക്കുന്നു, മറുഭാഗത്ത് കമ്പിയുണ്ട്. ഇതിന് ഇടയ്ക്ക് വരുന്ന ദൂരം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 7 കിലോമീറ്റർ നമ്മൾ സേഫ് ആക്കണം. അതിനാവശ്യം ഇടപെടൽ നടത്തണം. 2 ദിവസം 10 ദിവസം കൂടി. ഇനിയിപ്പോൾ ഈ ഫാമിനെ സംബന്ധിച്ച് ഓരോ നിമിഷവും ബലപ്പെടുന്നു, ഓരോ ദിവസവും ബലപ്പെടുന്നതാണ്. ഇതിനെ ഓടിച്ച് ഇവർ പറഞ്ഞ പോലെ ജനവാസ കേന്ദ്രത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കെങ്കിലും ഒരു പോലെ സംഭവിച്ചാൽ ഈ ചിത്രം മാറും. അത് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു. ഈ ഇരിക്കുന്ന ചിത്രമായിരിക്കില്ല, മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഫോഴ്സിനെ ഇറക്കി ആവശ്യമായ ഇടപെടൽ അടിയന്തരമായി നടത്തുക എന്ന് മാത്രമേ നമ്മുടെ മുന്നിൽ ഒരു മാർഗമുള്ളൂ. അതിന് 1 മാസം നമുക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾ. 7 കിലോമീറ്ററിലെ അത് സ്വാഭാവികമായിട്ടും സർക്കാർ കാര്യങ്ങളാണ്. പൈസയിലായി വരുമ്പോൾ പ്രയാസപ്പെടും. നമ്മളിട്ട പോലെ അല്ല സർക്കാർ ഇടുക. കഴിവതും പെട്ടെന്ന് ഇടാന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് തീരുമാനം ഇവിടെ കൃത്യമായി തീരുമാനം പറയേണ്ടത് ഫോറസ്റ്റാണ്.